ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വെൽത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. ഈ വെൽത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നിങ്ങൾക്കൊരു സേവിങ് ഹാബിറ്റ് ട്രാക്കർ ഉണ്ടായിരിക്കണം. സേവിങ് ഹാബിറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വർഷത്തിൽ 12 മാസമാണെന്നുള്ള കാര്യം. ഈ 12 മാസവും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു നിശ്ചിത തുക മാറ്റുന്നു. നമ്മളിപ്പം ഒന്നുകിൽ എംപ്ലോയിഡ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ദിവസവും നമ്മൾ ജോലി ചെയ്തുകൊണ്ട് ക്യാഷ് കിട്ടുന്നുണ്ടായിരിക്കും. സോ എങ്ങനെ നിങ്ങൾക്ക് ക്യാഷ് കിട്ടിയാലും ആദ്യത്തെ 5 ദിവസത്തിനകത്തിന് ഈ ഒരു സംഭവം നിങ്ങൾ എന്ത് ചെയ്യുക? മാറ്റുക. നിങ്ങൾക്ക് എത്രയാണോ വരുമാനം കിട്ടുന്നത് ആ വരുമാനം കിട്ടുന്നതിൽ നിന്ന് 10% മാറ്റുക. സോ നമുക്ക് ഒരു വർഷം 12 മാസം നിങ്ങളിത് മാറ്റാനായിട്ട് നോക്കുക. ഇപ്പം നിങ്ങൾ ഫെബ്രുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് എന്ത് ചെയ്യുക? നമ്മൾ അടുത്ത ഒരു ജനുവരി വരെ നിങ്ങൾ കൊണ്ടുപോകുക. ഒരു 12 മാസത്തേക്ക് വേണ്ടി ഇത് ചെയ്യാനായിട്ട്. ഇപ്പം നമുക്ക് ഓൾറെഡി ജനുവരി മാസം കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഫെബ്രുവരിയുടെ കാര്യം പറയുന്നത്. ഇങ്ങനെ 12 മാസമുള്ള ഒരു ട്രാക്കർ നിങ്ങൾ സെറ്റ് ചെയ്യുന്നു. ഈ ട്രാക്കറിനകത്ത് ആദ്യം ഒരു 10% നമ്മൾ സേവിങ്സ് അക്കൗണ്ടിലോട്ട് മാറ്റുന്നു. ഈ സേവിങ്സിൽ ആയിട്ട് മാറ്റുന്ന അക്കൗണ്ടിൽ യാതൊരു കാരണവശാലും നിങ്ങൾ എന്ത് പാടില്ല? ഒരു വിധത്തിലുള്ള ജിപേയോ പേയ്മെൻറ്റുകളോ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റീസോ ഒന്നും തന്നെ നിങ്ങൾ കണക്ട് ചെയ്യരുത്. കാരണം ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മുടെ സാധാരണ അക്കൗണ്ടിൽ നിന്നും പൈസ തീരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ആ അക്കൗണ്ടിൽ നിന്നും കൂടി പൈസ നമ്മളെടുത്ത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഒരു കാരണവശാലും കൈവയ്ക്കാത്ത ഒരു അക്കൗണ്ട് വേണം നിങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അതിനുശേഷം രണ്ടാമത് ചെയ്യേണ്ടത്, നമുക്ക് ഒരു മാസത്തിൽ 4 ആഴ്ചയുണ്ടെന്നറിയാം. ഈ 4 ആഴ്ചയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ആദ്യത്തെ ഓരോ ആഴ്ചയും നമ്മൾ കുറച്ച് പൈസ ഒന്ന് മാറ്റുക. അതായത് നിങ്ങൾക്ക് എല്ലാ ചിലവുകളും പോയിട്ട് ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾക്ക് ഒരു 10 രൂപയാണ് മാറ്റാൻ പറ്റുന്നത്, അല്ലെങ്കിൽ 20 രൂപ അല്ലെങ്കിൽ 100 രൂപ, എത്ര രൂപയാണോ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നത് അതെന്ത് ചെയ്യുക? നിങ്ങൾ വേറൊരു കുടുക്കയിലെങ്ങാനും മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ഓരോ മാസം കഴിയുമ്പോഴും നിങ്ങൾ ഈ മാറ്റി വെച്ചത് വീണ്ടും എന്ത് ചെയ്യുക? നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ 12 മാസം കൊണ്ട് ഒരു ആവറേജ് ആയിട്ടുള്ള 10,000 രൂപ സാലറി കിട്ടുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ പോയാലും ഒരു 13,200 മുതൽ അതിൽ കൂടുതലുള്ള പൈസ നമുക്ക് ഒരു വർഷം തന്നെ സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ സേവ് ചെയ്യുന്ന പൈസയെ നിങ്ങൾ എന്ത് ചെയ്യുക? വെൽത്തിലോട്ട് അക്കൗണ്ടിലോട്ട് മാറ്റുക. ഇങ്ങനെ വെൽത്ത് അക്കൗണ്ടിലോട്ട് ആ വെൽത്തുകൾ വാങ്ങിക്കാനായിട്ട്, അതായത് പുതിയ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കും. നിങ്ങളുടെ മണിയെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാനും ആ മണിയെ മൾട്ടിപ്പിൾ ചെയ്യാനും ഇത് ഉപയോഗിക്കും. ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്